ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ചെറുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. 10 മുതൽ 12 വരെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. 2 കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർക്കാതെയും വെള്ളം ചേർത്തിട്ടുള്ള 1 കപ്പും. വഴറ്റി വെച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ജാറിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മൂടി വെച്ച ശേഷം 1 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുറുമ റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.